നമ്മുടെ കണ്ണിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? ബൈബിൾ പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ചിലർ പറയും ഒരു നന്മ കണ്ടിട്ട് കണ്ണടച്ചാൽ മതി, മക്കളുടെ ഭാവി കണ്ടിട്ടൊന്ന് കണ്ണടച്ചാൽ മതി. സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുക, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ഈ ദുഷ്ടന്മാരവിടെ നിൽക്കട്ടെ, ഈ പ്രതിഫലം കാണാൻ കർത്താവ് തന്നിരിക്കുന്ന ഒരു കണ്ണുണ്ട്. ആരാണ് ഈ പ്രതിഫലം കാണുന്നതെന്ന് പറയുന്നതെന്ന് അറിയാമോ? വിശുദ്ധ ബൈബിൾ പറയുക, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും 91-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിച്ചാൽ നീ തകർച്ച കാണത്തില്ല. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർത്താൽ നീ തകർച്ച കാണത്തില്ല. നിന്റെ കണ്ണ്, പല പരാജയങ്ങൾ കണ്ട നിന്റെ കണ്ണ്, നിങ്ങളുടെ കണ്ണ് ജയം കാണാൻ പോവാ, വിടുതൽ കാണാൻ പോവാ, മഹത്വം കാണാൻ പോവാ. ഒരു ആമേൻ പറഞ്ഞു.